അലൈക്കും വറഹ്മത്തുള്ളാഹി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BSc സെക്കൻഡ് സെമസ്റ്റർ അറബിക് അൽ വാഹ എന്ന് പറയുന്ന പുസ്തകത്തിലെ 6ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ചാപ്റ്ററിൻ്റെ പേര് അൽ ബനഫ്സജത്തു തുമൂഹ്. ബനഫ്സജ എന്ന് പറഞ്ഞാൽ വയലറ്റ് കളറിലുള്ള ചെറിയ പുഷ്പത്തിൻ്റെ പേരാണ് ബനഫ്സജ. ഓക്കെ, മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന വളരെ ചെറുതായി വളരുന്ന വയലറ്റ് കളറിലുള്ള ചെറിയ പുഷ്പമാണ് ബനഫ്സജ. തമൂഹ എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹിയായ, ഓക്കെ, അമിതമായിട്ട് ആഗ്രഹിക്കുക, അതിനാണ് തമഹ എന്ന് പറയുക. ഖലീൽ ജുബ്റാൻ എന്ന് പറയുന്ന ലബ്നാൻ കവിയുടെ കവിതയാണിത്. അദ്ദേഹം ലബ്നാനിയായിരുന്നു. പിന്നീട് അമേരിക്കയിലേക്ക് അദ്ദേഹം ഹിജ്റ പോയി പലായനം ചെയ്തു. അവിടെ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. ഓക്കെ, ഖലീൽ ജിബ്രാൻ ലോക സാഹിത്യത്തിലെ വളരെ അറിയപ്പെട്ട, അറബ് സാഹിത്യം എന്ന് മാത്രമല്ല ഇംഗ്ലീഷ് സാഹിത്യത്തിലും വളരെ ഖ്യാതി നേടിയ രചനകൾ നടത്തിയിട്ടുള്ള ആളാണ് ഖലീൽ ജുബ്രാൻ. ജുബ്രാൻ ഖലീൽ ജുബ്രാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. ഓക്കെ, സ്റ്റോറിയിലേക്ക് പോകാം. ഒരു അത്യാഗ്രഹത്തിൻ്റെ, നമ്മൾ അർഹിക്കാത്തത് ആഗ്രഹിക്കുന്നതിനെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, കാനത്ത് ഫിൽ ഹദീഖത്തി, പൂന്തോട്ടത്തിലുണ്ടായിരുന്നു, മുൻഫരിദത്തൻ, തനിച്ച് നിൽക്കുന്ന, ബനഫ്സജത്തുൻ ജമീലത്തു സനായ, വളരെ മനോഹരമായ ഇതളുകളുള്ള ഒരു ബനഫ്സജ ചെടി ഉണ്ടായിരുന്നു. ത്വയ്യിബത്തുൽ ഉറഫ്, ത്വയ്യിബത്ത് എന്ന് പറഞ്ഞാൽ, ഉറഫ് എന്ന് പറഞ്ഞാൽ നല്ല സുഗന്ധമുള്ള. തഈഷു മുഖ്തനിഅതൻ ബൈന അത്റാബിഹ വതതമായല ഫരിഹതൻ ബൈന ഖാമാത്തിൽ അഅ്ശാബ്. ത്വയ്യിബത്തുൽ ഉറഫ്, നല്ല സുഗന്ധമുള്ള. തഈഷു മുഖ്തനിഅതൻ, സംതൃപ്തിയോടുകൂടെ ജീവിക്കുകയായിരുന്നു. ബൈന അത്റാബിഹ, അതിൻ്റെ തുറബുകൾക്കിടയിൽ, സന്തോഷങ്ങൾക്കിടയിൽ സംതൃപ്തവാനായിട്ട് ജീവിക്കുകയായിരുന്നു. വതതമായല ഫരിഹതൻ ബൈന ഖാമാത്തിൽ അഅ്ശാബ്, ചെറിയ ചെടികൾക്കിടയിൽ, അഅ്ശാബ് എന്ന് പറഞ്ഞാൽ മണ്ണിൽ വളരുന്ന കുറ്റിച്ചെടികൾ, അവകൾക്കിടയിൽ സന്തുഷ്ടയായി അവളിങ്ങനെ ആഹ്ലാദത്തോടുകൂടെ ജീവിക്കുകയായിരുന്നു. തതമായല എന്ന് പറഞ്ഞാൽ തത അർജഹ എന്നർത്ഥം. ഓക്കെ, അതായത് സന്തോഷത്തോടുകൂടെ ജീവിക്കുകയായിരുന്നു. ആഴ്ഷാബ് എന്ന് പറഞ്ഞാൽ ഉഷുബ് എന്നുള്ളതിൻ്റെ ജമ്മാണ് ആഴ്ഷാബ്. അതായത് ചെറിയ മണ്ണിൽ പറ്റി നിൽക്കുന്ന ചെടികൾക്കാണ് കുറ്റിച്ചെടികൾ എന്ന് പറയും. ഫഫി സ്വബാഹിൻ, ഒരു പ്രഭാതത്തിൽ, വഖത് തകല്ലലത് ബി ഖതറത്തിൻ നദ, ആ പുഷ്പത്തിൻ്റെ മുകളിൽ ഒരു മഴത്തുള്ളി വന്നു. വഫി സ്വബാഹിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രഭാതത്തിൽ, വഖത് തകല്ലല, തകല്ലല എന്ന് പറഞ്ഞാൽ ഇക്ലീൽ എന്നൊക്കെ പറഞ്ഞ കിരീടമാണ്. ബി ഖതറിൻ നദ, ഒരു മഴത്തുള്ളി കൊണ്ടത് കിരീടം ചൂടി എന്ന് പറഞ്ഞാൽ ആ ഇതളുകളിൽ മഴത്തുള്ളി വന്ന് പതിച്ചു. റഫഅത് റഅസഹ, അവൾ അവളുടെ തല പൊക്കി. വനദർത് ഹവാലൈഹ, അവൾക്ക് ചുറ്റും നോക്കി. ഫറഅത് വർദതൻ തതതാവല നഹ്വൽ അലാഇ ബിഖാമത്തിൻ ഹൈഫാ വറഅസിൻ യതസാമ മുതശാമിഖൻ കഅന്നഹു ശുഅലത്തുൻ മിനൻ നാരി ഫൗക മസ്റജത്തിൻ മിനർ സുമുറുദ്. ഓക്കെ, ഫറഅത് വർദതൻ, അന്നേരത്തെ വനദർത് ഹവാലൈഹ, അവൾ ചുറ്റും നോക്കി. ഫറഅത് വർദതൻ, അവളൊരു പനിനീരിനെ കണ്ടു. തതാവലു നഹ്വൽ അലാഇ, ഉയർന്നു നിൽക്കുന്ന, ബിഖാമത്തിൻ ഹൈഫ, നല്ല ഉയരത്തിൽ. ഹൈഫ എന്ന് പറഞ്ഞാൽ തൊവീലത്ത് എന്നാണ് അർത്ഥം, നീളത്തിൽ നിൽക്കുന്നത്. കാമത്ത്, അല എന്ന് പറഞ്ഞാൽ മുകളിലേക്ക്, ഉയരത്തിലേക്ക്. വറഅസിൻ യതസാമ മുതശാമിഖൻ, വറഅസിൻ തല, യതസാമ അത് ഉയർന്നു നിൽക്കുന്നു, മുതശാമിഖൻ
മുർത്തഫിഅൻ എന്നർത്ഥം, ഉയർന്നു നിൽക്കുന്നു. കഅന്നഹു ശുഅലത്തുൻ, അതൊരു വെളിച്ചം പോലെ, മിൻ നാരിൻ, തീയിൻ്റെ, ഫൗക മസ്റജത്തിൻ, വിളക്കിൻ്റെ മുകളിൽ നിൽക്കുന്ന തീയിൻ്റെ വെളിച്ചം പോലെ, മിന സുമുറുദ്, സുമുറുദ് എന്ന് പറഞ്ഞാൽ ഈ എംബ്രോയിഡ് എന്നാണ് സുമുറുദ് എന്ന് പറഞ്ഞാൽ. മരതകം എന്നൊക്കെ പറയില്ലേ, അതിനാണ് സുമുറുദ് എന്ന് പറയുക. ഓക്കെ. അപ്പോൾ ഒരു മരതകത്തിൻ്റെ മുകളിൽ ജ്വലിച്ച് നിൽക്കുന്ന ഉള്ള ഒരു വിളക്കിൻ്റെ മുകളിൽ നിൽക്കുന്ന തീയിൻ്റെ വെളിച്ചം പോലെ, ഷുഅലത്ത് എന്ന് പറഞ്ഞാൽ ജ്വാലയാണ്, ആ വെളിച്ചം പോലെ ഒരു ഒരു പിന്നെ അല്ലെങ്കിൽ ഒരു വെളിച്ചം പോലെ അത് ഇങ്ങനെ നിൽക്കുന്നു. ഫതഹത്തിൽ ബനഫ്സജത്തു സഅറഹ അൽ അസ്റഖ്, അതിൻ്റെ നീല ചുണ്ടുകളെ ബനഫ്സജ തുറന്നു. വക്കാലത്ത് മുത്തഹന്നിദതൻ, നെടുവീർപ്പോടുകൂടെ അവൾ പറഞ്ഞു, മാ അക്കല്ല ഹദ്ദി ബൈന റയ്യാഹി, ഈ ചെടികൾക്കിടയിൽ, റയ്യാഹ് എന്ന് പറഞ്ഞ സുഗന്ധമുള്ള ചെടികൾക്കാണ്, ഈ സുഗന്ധമുള്ള ചെറുകൾക്കിടയിൽ എന്ത് നിർഭാഗ്യവതിയാണ് ഞാൻ. മാ അക്കല്ല ഹദ്ദി, മാ അക്കല്ല എന്ന് പറഞ്ഞാൽ അത്ഭുതം, എക്സ്ക്ലമേഷന് വേണ്ടിയിട്ടാണ് അറബിയിൽ മാ അക്കല്ല, മാ അഫ്അല മോഡൽ പറയാം. മാ അക്കല്ല എന്ന് പറഞ്ഞാൽ എന്തൊരു ചെറുപ്പമാണ് ഞാൻ, അള്ളി എൻ്റെ ഭാഗ്യം, അതായത് എനിക്കെത്ര നിർഭാഗ്യവതിയാണ് ഈ ചെറുപ്പം കൊണ്ട് എന്നൊക്കെ പറയില്ല നമ്മൾ. ഞാൻ എത്ര ചെറുതാന്ന് പറയില്ല, ഒരു അത്ഭുതത്തോടുകൂടെ അല്ലെങ്കിൽ ഒരു നിസ്സാരതയോടുകൂടെ പറയാണ് ഇവിടെ. ബൈന റയ്യാഹി വമാ ഔളഅ മഖാമി ബൈനൽ അസ്ഹാർ, പൂക്കൾക്കിടയിൽ എന്ത് താഴ്ന്ന ഇടമാണ് എനിക്കുള്ളത്, എത്ര നിസ്സാരവാനാണ് ഞാൻ. ലഖദ് ഇബ്തദഅത്നി അത്ത്വബീഅത്തു സഗീറതൻ ഹഖീറതൻ, എന്നെ അകറ്റിയിരിക്കുന്നു. ലഖദ് ഇബ്തദഅത്നി അത്ത്വബീഅത്തു, പ്രകൃതി, സഗീറതൻ ഹഖീറതൻ, നിസ്സാരവാനായ, ഹഖീർ എന്ന് പറഞ്ഞാൽ നിസ്സാര എന്നാണ്. അപ്പോൾ വളരെ ചെറുപ്പവും നിസ്സാരത കൊണ്ടും പ്രകൃതി എന്നെ അകറ്റിയിരിക്കുന്നു. അഈഷു മുൽതസിഖതൻ ബി അദീമിൽ അർദ്, ഭൂമിയുടെ താഴെ തട്ടിൽ ചേർന്ന് ഞാൻ ജീവിക്കുന്നു, അതായത് മണ്ണോട് ചേർന്ന് ഞാൻ നിൽക്കുന്നു. വല അസ്തതിഉ അൻ അർഫഅ ഖാമതി നഹ്വ ഇസ്രിഖാഖി സമാ, ആകാശത്തിൻ്റെ നീലമയോട് എനിക്ക് ഉയർന്നു നിൽക്കാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ. ഔ അഹവ്വില വജ്ഹി നഹ്വ ശംസ്, സൂര്യന് നേരെ എൻ്റെ മുഖം ഉയർത്തി നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഹവ്വല എന്നാണ് തെറ്റിക്കുക, അതായത് സൂര്യന് നേരെ മുഖം ഉയർത്തി നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ, കാരണം ചെടികൾക്കിടയിലൊക്കെ താഴെയാണ് ബനഫ്സജ. മിസ്ലമാ തഫ്അലുൽ ബുറൂദ്, പനിനീറുകൾ ഉയർന്നു നിൽക്കുന്നത് പോലെ അല്ലെങ്കിൽ പനിനീരുകൾ ചെയ്യുന്നത് പോലെ. വസമിഅത്തിൽ വർദ, പനിനീരിത് കേട്ടു. മാ ഖാലത്തുഹുൽ ജാറത്തുഹ അൽ ബനഫ്സജ, തൻ്റെ അയൽക്കാരിയായിട്ടുള്ള ബനഫ്സജ പറയുന്നത് വർദത്ത് കേട്ടു. ഫഹ്തസ്സത്ത്, അവൾ, ഇഹ്തസ്സ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രകമ്പനം കൊള്ളുക എന്നാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് തെഹറക്കാണ്. അവളെന്ത് ചെയ്തു, ഇങ്ങനെ ഒന്ന് കുലുങ്ങി. ലഹൈക്കൻ, ചിരിച്ചുകൊണ്ട്. സുമ്മ ഖാലത്ത്, പിന്നീട് പറഞ്ഞു, മാ അഖ്ബാഖി ബൈനൽ അസ്ഹാർ, പൂക്കൾക്കിടയിൽ എന്ത് വിഡ്ഢിത്തമാണ് നീ, നിന്നെ വിഡ്ഢിയാക്കിയത് എന്താണ്, നീ ഒരു വിഡ്ഢിയായി പോയല്ലോ എന്ന് എന്ത് ചെയ്തു, വർദത്ത് പറഞ്ഞു. ഫഅൻതി ഫി നിഅമത്തിൻ, നീ അനുഗ്രഹത്തിലാണ്, തജ്ഹലീന ഖീമതഹ, നിനക്കതിൻ്റെ മൂല്യം അറിയുകയില്ല. ഫഖദ് വഹബതികി ത്വബീഅതു മിനത്തൊയ്യിബ് വദ്ദർഫ് വൽജമാൽ മാ ലം തഹിബ്ഹു ലികസീരിൻ മിനർ റയ്യാഹീൻ. വഖദ് വഹബതികി ത്വബീഅതു, പ്രകൃതി നിനക്ക് നൽകിയിരിക്കുന്നു, ദാനം നൽകിയിരിക്കുന്നു. മിനത്തൊയ്യിബ് എന്നാണെങ്കിൽ സുഗന്ധം അല്ലെങ്കിൽ നല്ല രൂപം, വല്ലർഫ് നല്ല സാഹചര്യം നൽകിയിരിക്കുന്നു, വൽ ജമാൽ സൗന്ദര്യം നൽകിയിരിക്കുന്നു, മാലം തഹിബുഹു ലി കതീരി മിനർ റയ്യാഹീൻ, ഒരുപാട് സുഗന്ധ പുഷ്പങ്ങൾക്ക് നൽകാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നിനക്ക് നൽകിയിരിക്കുന്നു, എന്നിട്ടും നീ എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്. ഫഖല്ലി അൻക ഹാദിഹിൽ മുയൂലൽ ഔജാ, ഇത്തരം മോശം താല്പര്യങ്ങളെ നീ ഉപേക്ഷിക്കണം. വൽ അമാനി ശരീറ, വളരെ നീചമായിട്ടുള്ള അത്യാഗ്രഹങ്ങൾ. അമാനി എന്ന് പറഞ്ഞാൽ ആഗ്രഹമാണ്, ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹമൊക്കെ. ഓക്കെ, ഇവിടെ ഉദ്ദേശിക്കുന്ന അത്യാഗ്രഹമാണ്.
വക്കൂനി കനുഅത്താൻ, സംതൃപ്തനായിരിക്കണം. ബിമാ കുസ്സിമലക്, നിനക്ക് നൽകപ്പെട്ടതിൽ, നിനക്ക് നൽകപ്പെട്ടതിൽ ഏറ്റവും സംതൃപ്തവാനായിരിക്കണം. വഅലമി അന്നമൻ ഖഫദ ജനാഹഹു യർഫഉ ഖദ്റഹു, വഅലമി നീ അറിയണം, അന്നമൻ ഖഫദ ജനാഹഹു ചിറകുകളെ താഴ്ത്തിയവൻ, യുർഫഉ ഖദ്റഹു അവൻ്റെ സ്ഥാനം ഉയർന്നു നിൽക്കുകയേ ഉള്ളൂ. വ അന്നമൻ ത്വലബൽ മസീദ് കൂടുതൽ ആഗ്രഹിക്കുന്നവൻ, ആവശ്യപ്പെടുന്നവൻ, വഖഅ ഫി നുഖ്സാൻ അവൻ ഇല്ലായ്മയിലേക്ക് കൂപ്പുകുത്തും, ഇല്ലായ്മയിലേക്ക് അവൻ അധപ്പതിക്കും. ഫഅജാബത്തിൽ ബനഫ്സജ ഖായിലതൻ, അന്നേരത്ത് ബനഫ്സജ പറഞ്ഞു, അൻതി തുഇസീനി അയ്യതുഹൽ വർദ, ഓ പനിനീർ, നീ എന്നെ ആശ്വസിപ്പിക്കുകയാണോ? ലിഅന്നകി ഹാസിലത്തുൻ അലാ മാ അതമന്നാ, നീ ആഗ്രഹിച്ചത് നേടിയെടുത്തതിന് ശേഷം നീ എന്നെ ആശ്വസിപ്പിക്കുകയാണ്. വതഗ്മുരീൻ ഹഖാറതി, തഗ്മുരീൻ ഹഖാറത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ നിസ്സാരതയെ, എൻ്റെ നിന്ദ്യതയെ മൂടിവെക്കുകയാണ് നീ. ബിൽ ഹിക്കമി, നിന്റെ തന്ത്രം കൊണ്ട്. ലിഅന്നക അളീമ, കാരണം നീ ഉന്നതനാണ്. അപ്പോൾ നീ വലിയതായതുകൊണ്ട് നിന്റെ ഹിക്മത്ത് കൊണ്ട് എൻ്റെ നിന്ദ്യതയെ മറക്കുകയാണ്, നീ മറച്ചു വെക്കുകയാണ്. ഒമ അമറ മവാഇദ സ്വഅദാ, വിജയികളുടെ കയ്പുള്ള ഉപദേശങ്ങൾ, അല്ല, വിജയികളുടെ ഉപദേശങ്ങൾ എത്ര നീരസമാണ്, എത്ര കയ്പ് രസമാണ് അല്ലേ. വിജയിച്ച ആളുകളുടെ ഉപദേശങ്ങൾ കയ്പാണെന്നാണ്. കാരണം അവർക്ക് പറയാനുള്ള എന്തുണ്ട്, അർഹതയുണ്ട്. ബാക്കിയുള്ളവരെ പറ്റിയിട്ട് എന്തും പറയാമല്ലോ എന്നുള്ളതാണ് ബനഫ്സജ് ചോദിക്കുന്നതിൻ്റെ അർത്ഥം. ഫി കുലൂബി തഅസ, പരാജിതരുടെ ഹൃദയങ്ങളിൽ. ഒമ അക്സൽ കവിയു, ശക്തവാന്മാർ എത്ര കഠിനരാണ്. ഇദാ വഖഫ ഖതീബൻ, ഒരു പ്രഭാഷകരായി എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ, ബൈന ദുഅഫാഇ, ബലഹീനർക്കിടയിൽ. വസമിഅത്തി ത്വബിഅതു മാ ദാറ ബൈനൽ വർദതി വൽ ബനഫ്സജ, ബനഫ്സജയുടെയും പനിനീരിൻ്റെയും ഇടയിൽ നടക്കുന്ന സംസാരങ്ങളെ പ്രകൃതി കേട്ടു. ഫഹ്തസ്സത്തും മുസ്തഗ്രിബത്തൻ, ആ ഒരു ആശ്ചര്യത്തോടുകൂടെ ഒന്ന് കുലുങ്ങി. സുമ്മ റഫഅത് സൗതഹാ ഖായിലതൻ, പിന്നീട് ഉയർന്ന ശബ്ദത്തോടുകൂടെ പ്രകൃതി പറഞ്ഞു, മാദാ ജറാ ലകി യാ ഇബ്നതി അൽ ബനഫ്സജ, ഓ വയലറ്റ് പുഷ്പമേ, നിനക്കെന്താണ് പറ്റിയത്? മാദാ ജറകി യാ ഇബ്നതി, ഓ എൻ്റെ മകളെ. പ്രകൃതിയുടെ മകളാണ് ഈ ഭൂമിയിലെ പൂക്കളും പുഷ്പങ്ങളും ചെടികളൊക്കെ എന്നുള്ള രൂപത്തിലാണ് പറയുന്നത്. കവിയുടെ സാങ്കല്പികതയാണ്. വഖദ് അറഫ്തുകി ലതീഫതൻ ബിതവാളുഇക, നിന്റെ വിനയം കൊണ്ട് വളരെ മൃദുലയായിട്ടാണ് ഞാൻ നിന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ബതൻ ബിസിഗരിക്, നിന്റെ ചെറുപ്പം കൊണ്ട് മനോഹരമാണ്. ഷരീഫതൻ ബി മസ്കനതിക, നിന്റെ താമസ ഇടം കൊണ്ട് നീ വളരെ മഹത്വമുള്ളവളാണ്. ഫഹൽ ഇസ്തഹ്വത്കി അൽ മതാമിഅ അൽ ഖബീഹ, മോശപ്പെട്ട താല്പര്യങ്ങൾ നിന്നെ പിടികൂടിയിട്ടുണ്ടോ? ഓക്കെ. അം സലബത്ത് അഖലിക്കൽ അളമത്തുൽ ഫാരിഗ, അം സലബത്ത് അഖലക്കി, നിന്റെ ബുദ്ധിയെ കവർന്നെടുത്തിട്ടുണ്ടോ? അൽ അളമത്തുൽ ഫാരിഗ, ശൂന്യമായ മഹാത്മ്യം, ശൂന്യമായിട്ടുള്ള മഹത്വങ്ങൾ നിന്റെ ചിന്തയെ, നിന്റെ ബുദ്ധിയെ മോഷ്ടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇസ്തഹ്വത്ക എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ത്വമഹാണ്. ഇസ്തഹ്വത്കൽ മതാമി അൽ ഖബീഹ, മോശപ്പെട്ട താല്പര്യങ്ങളെ, നിന്നെ ആഗ്രഹങ്ങൾ നിന്നിൽ മികച്ചു നിന്നിട്ടുണ്ടോ, നിന്നെ അതിജയിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഫഅജാബത്തിൽ ബനഫ്സജ, അന്നേരത്ത് ഈ വയലറ്റ് പുഷ്പം പറഞ്ഞു, ബിസൗത്തിൻ മിൽഊഹു തവസ്സുൽ, അപേക്ഷ നിറഞ്ഞ ശബ്ദത്തിൽ ഈ വയലറ്റ് പുഷ്പം പറഞ്ഞു, വൽ ഇസ്തിഅതാഫ്,
അനുകമ്പയോടുകൂടെ പറഞ്ഞു, അയ്യത്തുഹൽ അൽ അളീമ ബിജബറൂത്തിഹ, അധികാരം കൊണ്ട് ഉന്നതയായ മാതാവേ, അൽ ഹാഇലത്തു ബി ഹനാനിഹ, കാരുണ്യം കൊണ്ട് ഉയർന്നു നിൽക്കുന്ന, കബീറ എന്നാണ് ഹാഇലത്ത് എന്ന് പറഞ്ഞാൽ, അൽറഉ ഇലൈക് ബികുല്ലി മാ ഫി ഖൽബി മിനത് തവസ്സുലി, എൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ അപേക്ഷകളെയും ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങേക്ക് മുന്നിൽ ഞാൻ വിനീതനാവുന്നു. ഒമാ ഫി റൂഹി മിനർ റജാ, എൻ്റെ ആത്മാവിലെ പ്രതീക്ഷകളും അങ്ങേക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. അൻ തുജീബി ത്വലബി, എൻ്റെ ആവശ്യത്തെ അംഗീകരിക്കാൻ, മറുപടി നൽകാൻ. വതജഅലീനി വർദതൻ വലൗ യൗമൻ വാഹിദ, എന്നൊരു പനിനീരാക്കണം, അതൊരൊറ്റ ദിവസമാണെങ്കിൽ പോലും. ഒറ്റ ദിവസമെങ്കിലും എന്നെ ഒന്ന് പനിനീറാക്കാൻ പറ്റുമോ കാരുണ്യവതിയായ ഞങ്ങളുടെ മാതാവേ എന്ന് ത്വബീഅത്തിനോട്, പ്രകൃതിയോട് ബനഫ്സജ ചോദിക്കാൻ. വഖാലത്തി ത്വബീഅത്തു, നേരത്തെ പ്രകൃതി പറഞ്ഞു, അൻതി ലാ തദ്രീന മാ തത്ലുബീൻ, നീ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിനക്ക് ബോധ്യമില്ല, നീ അറിയാതെയാണ് ചോദിക്കുന്നത്. വമാ തഅലമീന മാ വറാഅൽ ആലമത്തുൽ ളാഹിറ, പ്രകടമായ മഹാത്മ്യങ്ങൾക്ക്, ഔന്നിത്യങ്ങൾക്ക് പിറകെയുള്ളത് എന്താണ് എന്ന് നിനക്കറിയുകയില്ല. മിനൽ ബലായ അൽ ഖഫിയ, നിഗൂഢമായി നിൽക്കുന്ന അപകടങ്ങളെക്കുറിച്ച് നിനക്കറിയില്ല. ഫഇദാ റഫഅതു ഖാമാതിക വഅബ്ദൽതു സൂറതക വതജഅൽതുക വർദതൻ തൻദമീന ഹീന ലാ യൻഫഉ നദം. ഫഇദാ റഫഅതു ഖാമതക, നിന്റെ വളർച്ചയെ ഞാൻ ഉയർത്തിക്കഴിഞ്ഞാൽ, നിന്നെ ഒരു പനിനീറാക്കി കഴിഞ്ഞാൽ, വഅബ്ദൽതു സൂറതക, നിന്റെ രൂപത്തെ ചേഞ്ച് ചെയ്താൽ, വജഅൽതുക, നിന്നെ ആക്കി തീർത്താൽ, വർദത്തൻ, ഒരു പനിനീർ, തൻദമീന, നീ ഖേദിക്കും, ഹീന ലാ യൻഫഉ നദം, ആ വേള ഖേദത്തിന് പോലും ഒരു സ്ഥാനമുണ്ടാവുകയില്ല. ഖേദത്തിന് സ്ഥാനമില്ലാത്ത സമയത്തായിരിക്കും ഞാൻ നിന്നെ ഒരു പനിനീർ പുഷ്പമായി ഉയർത്തിക്കഴിഞ്ഞാൽ നീ ഖേദിക്കും. അങ്ങനെ ഖേദിക്കുന്ന വേളയിൽ ഖേദത്തിന് പോലും ഒരു പ്രസക്തി ഉണ്ടാവുകയില്ല എന്ന് പ്രകൃതി പറഞ്ഞു. വക്കാലത്തിൽ ബനഫ്സജ പറഞ്ഞു, ഹവ്വിലി കിയാനി അൽ ബൻഫസിജി, എൻ്റെ ഈ ഒരു വയലറ്റ് പുഷ്പമെന്ന രൂപത്തിന്, അസ്തിത്വത്തെ അങ്ങ് മാറ്റിത്തരണം. ഇലാ വർദത്തിൻ മദീദ, ഉയർന്നു നിൽക്കുന്ന പനിനീരിനെ പോലെ. മദീദ് എന്ന് പറഞ്ഞാൽ തൊവീൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അൽ ഖാം, മദീനത്തിൽ ഖാമ, ഉയർന്ന നിൽക്കുന്ന, മർഫൂഅത്തിൽ റഅസ്, തല ഉയർത്തി നിൽക്കുന്ന. വമഹ്മാ യഹില്ലു ബി ബഅദ ദാലിക യകും മിൻ സുൻഇ റഗാഇബി വമതാമിഇ, വമഹ്മാ, ചിലപ്പോൾ, യഹില്ലു ബി, എനിക്ക് സാധിച്ചേക്കാം, ബഅദ ദാലിക, അതിനുശേഷം, യകും മിൻ സുൻഇ റഗാഇബി, എൻ്റെ ആഗ്രഹങ്ങളെ നിർമ്മിക്കാൻ, വമതാമിഇ, എൻ്റെ താല്പര്യങ്ങളെയും എൻ്റെ ആഗ്രഹങ്ങളെയും ആ ഒരു സമയം എനിക്ക് നിർമ്മിക്കാൻ കഴിയും, എൻ്റെ ആഗ്രഹം, എൻ്റെ തീർക്കാൻ കഴിയും എന്ന് ബനഫ്സജ പറഞ്ഞു. വഖാലത്തി ത്വബീഅത്തു, നേരത്തെ പ്രകൃതി പറഞ്ഞു, ലഖദ് അജബ്തുകി ത്വലബകി, നിന്റെ ആവശ്യം ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. അജാബ എന്ന് പറഞ്ഞാൽ മറുപടി നൽകുക എന്നാണ്. അയ്യത്തുഹൽ ബനഫ്സജ അൽ ജാഹില അൽ മുതമർരിദ, ജാഹില എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവളായ, മുതമർരിദത്ത് എന്ന് പറഞ്ഞാൽ അമിതാവേശം കാണിക്കുക എന്നൊക്കെയാണ് ഇവിടെ. ഓക്കെ, മുതമർരിദ്, തമർറദ എന്ന് പറഞ്ഞാൽ അനുസരണക്കേട് കാണിക്കുക, അതുപോലെ തന്നെ അഹങ്കരിക്കുക എന്നൊക്കെയാണ്. നമ്മൾ കുട്ടികളോട് പറയില്ലേ, വികൃതി കാണിക്കുക എന്നൊക്കെ ആ അർത്ഥത്തിലാണ്. വലാകിൻ ഇദാ ദാഹമത്കൽ മസാഇബ് വൽ മസാഇബ്, നിനക്ക് അപകടങ്ങളും പ്രതിസന്ധികളും വന്നു കഴിഞ്ഞാൽ, മസാഇബ് എന്ന് പറഞ്ഞാൽ സുഊബത്ത് എന്നാണ്. ഒരു സുഊബത്ത് എന്ന് പറഞ്ഞാൽ, മസായിബ് എന്ന് പറഞ്ഞാൽ മുസീബത്താണ്. മുസീബത്ത് എന്ന് പറഞ്ഞാൽ വിപത്ത്, അപകടം എന്നൊക്കെയാണ്. മസായിബ് എന്ന് പറഞ്ഞാൽ കാഠിന്യമാണ്. ഓക്കെ, മസായിബ്. ഫൽ തകുൻ ഷക്വാകി മിൻ നഫ്സിക്, അപ്പോൾ അതിൻ്റെ പ്രയാസം നിനക്ക് മാത്രമായിരിക്കും. വമദ്ദത്തി ത്വബീഅത്തു അസാബിഅഹ അൽ ഖഫിയ, വളരെ ചെറിയ അവളുടെ കൈകളെ, വിരലുകളെ പ്രകൃതി നീട്ടിക്കൊടുത്തു. അസ്സിഹ്രിയ,
മാസ്മരികമാക്കി ഉയർത്തി. വലമസത്തു ഉറൂഖൽ ബനഫ്സജ, ബനഫ്സജയുടെ വേരുകളെ പ്രകൃതി സ്പർശിച്ചു. ലമസ എന്ന സ്പർശിക്കാണ്. ഉറൂഖ് എന്ന് പറഞ്ഞാൽ വേരുകൾ. അൽ ബനഫ്സജ, ബനഫ്സജയുടെ. ഓക്കെ. ഫതഹവ്വലത് ബി ലഹ്ളത്തിൻ, ഒരു നിമിഷം ആകെ മാറി. അൽ വാഹിദ ഇല വർദത്തിൻ സാഹിയ, ഉയർന്നു നിൽക്കുന്ന ഒരു പനിനീർ പോലെ ബനഫ്സജ മാറി. മുതആലിയതൻ ഫൗഖൽ അസ്ഹാരി വർ-റയാഹീൻ, സുഗന്ധപുഷ്പങ്ങളുടെയും പൂക്കൾക്കുമിടയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പനിനീരായിട്ട് മാറി. ഫലമ്മ ജാഅ അസ്റു ദാലിക നഹാർ, ആ പ്രഭാതത്തിന്റെ, ആ ദിവസത്തിന്റെ വൈകുന്നേരമായപ്പോൾ, തലബ്ബദൽ ഫളാ, അന്തരീക്ഷമാകെ മാറി. തെലബദ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജട പിടിക്കുക, കട്ടി കൂടുക എന്നൊക്കെയാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് തലബദത്തിൽ ഫളാഉ ബി ഗുയൂമിൻ സൗദാ, കറുത്ത മേഘങ്ങൾ കൊണ്ട് അന്തരീക്ഷമാകെ ജട പിടിച്ചു. കട്ട പിടിക്കുക എന്നൊക്കെ പറയില്ല. അന്തരീക്ഷം കറുത്ത മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞു. മുബത്തനതൻ ബിൽ ഇഅ്സാർ, കൊടുങ്കാറ്റുകൾ നിറഞ്ഞു നിൽക്കുന്ന, അതായത് കൊടുങ്കാറ്റോടുകൂടെ അന്തരീക്ഷമാകെ കറുത്ത മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞു. സുമ്മ ഹാജത്ത് സവാക്കിനുൽ വുജൂദ്, അന്തരീക്ഷത്തിലെ വീടുകളെയെല്ലാം ആ കാറ്റടിച്ചു വീശി. ഫഅബ്റഖത് വഅർഅദത്, ഇടിയും മിന്നലും അടിച്ചു വീശി. റഅദ് എന്ന് പറഞ്ഞാല് ഇടിക്കാണ് റഅദ് എന്ന് പറയാം. ഓക്കെ. അർഅദ എന്ന് പറഞ്ഞാൽ ഇടി മുഴങ്ങുക. അബ്റഖ എന്ന് പറഞ്ഞാൽ മിന്നലടിക്കുക. വഅഖദത് തുജാരിബു തിൽക്കൽ ഹദാഇഖിൽ അൻസാബ്, വഅഖദത് തുഹാരിബു, വഅഖദത് തുഹാരിബ് എന്ന് പറഞ്ഞാൽ പിന്നെ വഅഖദത് തുഹാരിബു, അഖദ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തു എന്നാണ്. തുഹാരിബ് എന്ന് പറഞ്ഞാല് തിൽക്കൽ ഹദാഇഖുൽ അൻസാബ്, ഈ പ്രകൃതി, തുഹാരിബ് എന്ന് പറഞ്ഞാൽ ആകെ പ്രക്ഷുബ്ധമാവുക. ഹർബ് എന്ന് പറഞ്ഞാൽ യുദ്ധമാണ്, അതായത് പോരാടുക എന്നാണ്. തിൽക്കൽ ഹദാഇഖുൽ അൻസാബ്, ആ മനോഹരമായി നിന്നിരുന്ന പൂന്തോട്ടം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയാൻ തുടങ്ങി. വഖത്തലഅത്തിൽ അസ്ഹാർ, പൂക്കളെല്ലാം പിഴുതെറിയപ്പെട്ടു. അൽ മുതശാമിഖ, ഉയർന്നു നിൽക്കുന്ന. വലം തുബിഖ് ഇല്ലാ അല റയ്യാഹീന സഗീറ അല്ലത്തി തൽതസിഖു ബിൽ അർളി, ഭൂമിയിൽ ചേർന്ന് നിൽക്കുന്ന ചെറിയ പുഷ്പങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം കടപുഴകി വീണു. ഔ തഖ്തബിഉ ബൈന സുഖൂർ, അല്ലെങ്കിൽ പാറകൾക്കിടയിൽ, കല്ലുകൾക്കിടയിൽ വളരുന്ന ചെടികൾ ഒഴികെ. അമ്മാ തിൽക്കൽ ഹദീഖത്തുൽ മുൻഫരിദ ഫഖദ് ഖാസത് മിനൽ ഹിയാജി അൽ അനാസിർ മാ ലം തുഖാസിഹി ഹദീഖത്തുൻ നുഖ്റ. അമ്മാ തിൽക്കൽ ഹദീഖ, അപ്പോൾ ഈ പൂന്തോട്ടം, മുൻഫരിദ, ഏകമായി നിൽക്കുന്ന, ഒറ്റക്ക് നിൽക്കുന്ന പൂന്തോട്ടം. വഖദ് ഖാസത്ത് മിനൽ ഹിയാജ്, അവിടെ ഈ ക്ഷോഭം, കൊടുങ്കാറ്റിന്റെ ക്ഷോഭം ശക്തിയായി. അൽ അനാസിർ, ഖാസത്ത് മിൻ ഹിയാജിൽ അനാസിർ എന്ന് പറഞ്ഞാൽ പ്രക്ഷോഭത്തിന്റെ, അല്ലെങ്കിൽ ഈ കൊടുങ്കാറ്റിന്റെ എല്ലാവിധ ശക്തിയും അടിച്ചു വീശി അവിടെ. മാലം തുഖാസിഹി ഹദീഖത്തുൻ നുഖ്റ, മറ്റു തോട്ടങ്ങൾക്കില്ലാത്തതിലും കഠിനമായി ഈ തോട്ടത്തിൽ കാറ്റടിച്ചു. ഫലം തമുറൽ ആസിഫത്തു വതൻഖശിഉൽ ഗുയൂമു ഹത്താ അസ്ബഹത് അസ്ഹാറുഹാ ഹബാഅൻ മൻഥൂറ, ആ പൂന്തോട്ടത്തിലെ ചെടികളെല്ലാം തകർന്ന് ചണ്ടികളാകുന്നതുവരെ കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടേയിരുന്നു. ഫലം തമുറൽ ആസിഫ വതൻഖശിഉ
തങ്കശിഉൽ ഗുയൂം എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ നീങ്ങിപ്പോകുക എന്നാണ്. മേഘങ്ങൾ ഒഴിവാകിപ്പോ ഹത്ത ഏതുവരെ, അതായത് തമുറൽ ആസിഫ് കൊടുങ്കാറ്റ് പോയില്ല. തങ്കശിഉൽ ഉയൂം മേഘങ്ങൾ ഒഴിഞ്ഞു പോയില്ല. ഹത്ത അസ്ബഹത്ത് പ്രഭാതം വരെ. അസ്ഹാറുഹ ഹബാഅൻ മൻസൂറ ആ പൂന്തോട്ടത്തിലെ പൂക്കളെല്ലാം ചണ്ടികളാകുന്നത് വരെ. വലം യസ്ലം മിൻഹ ബഅദ തിൽക്കൽ മുഅ്മഅതി ഈ ഒരു കൊടുങ്കാറ്റിൽ നിന്ന് ആരും രക്ഷപ്പെട്ടില്ല. സൗത്തുൽ ഹരീഖ് എന്നാണ്. മുഅ്മഅ എന്ന് പറഞ്ഞാൽ കരിക്കുന്ന ശബ്ദം. ഈ കൊടുങ്കാറ്റിന്റെ ഭീതിയിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. സിവാ ത്വാഇഫത്തുൽ ബനഫ്സജ ഈ ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന ബനഫ്സജയല്ലാതെ വേറെ ആരും രക്ഷപ്പെട്ടില്ല. അൽ മുഖ്തബിഅതി ബിജുദ്റാനിൽ ഹദീഖ പൂന്തോട്ടത്തിന്റെ ചുവരുകളിൽ പറ്റിപ്പിടിച്ചു നിൽക്കുന്ന ബനഫ്സജ മാത്രമേ അവിടെ രക്ഷപ്പെട്ടതുള്ളൂ. വറഫഅത് ഇഹ്ദ സ്വബായ ബനഫ്സജ റഅ്സഹ ഒരു പ്രഭാതത്തിൽ ഒരു ബനഫ്സജ തൻ്റെ തല ഉയർത്തി നോക്കി. ഫറഅത്ത് മാ ഹല്ല ബി അസ്ഹാരിൽ ഹദീഖതി വ അസ്ജാരിഹ മരങ്ങൾക്കും തോട്ടത്തിനും സംഭവിച്ച സംഭവങ്ങളെല്ലാം നോക്കിക്കണ്ടു. ഫബ്തസമത്ത് അവൾ പുഞ്ചിരിച്ചു. ഫരിഹാൻ സന്തോഷത്തോടുകൂടെ. സുമ്മനാദത്ത് റഫീഖാത്തിഹ ഖായിലതൻ പിന്നീട് തൻ്റെ കൂട്ടാളികളെ അവൾ വിളിച്ചു. അലാ ഫൻദുറുൻ മാ ഫഅലതുൽ ആസിഫത്തു ബിർറയാഹീനൽ മുതശാമിഖാതിഹ തീഹൻ വ ഇജാബൻ അത്ഭുതം കൊണ്ടും പ്രൗഢി കൊണ്ടും, തീഹ് എന്ന് പറഞ്ഞ പ്രൗഢിയാണ്, പ്രൗഢി കൊണ്ടും ഉയർന്നു നിൽക്കുന്ന ചെടികൾക്ക് കൊടുങ്കാറ്റ് വരുത്തി വെച്ചതൊന്ന് നോക്കൂ എന്നത് ആ ഒരു പൂവ് പറഞ്ഞു. അക്കാലത്ത് ബനഫ്സജ ഉഖ്റ മറ്റൊരു പൂവ് പറഞ്ഞു. നഹ്നു നൽതസിഖ് ബിത്തുറാബ് നമ്മൾ മണ്ണോട് ചേർന്ന് നിൽക്കുന്നു. വലാകിന്നനാ നസ്ലം മിൻ ഗളബിൽ അവാസിഫ് വൽ അൻവാ അതുകൊണ്ട് ഈ പ്രകൃതിയുടെ വലാകിന്നനാ പക്ഷേ നമ്മൾ നസ്ലം രക്ഷപ്പെട്ടു മിൻ ഗളബിൽ അവാസിഫ് കൊടുങ്കാറ്റിന്റെ ദേഷ്യത്തിൽ നിന്ന്. വൽ അൻവാ അൻവാ എന്ന് പറഞ്ഞാൽ നൗ എന്നുള്ളതിൻ്റെ ജംആണ് അൻവാ. നൗ എന്ന് പറഞ്ഞാലും കൊടുങ്കാറ്റ് തന്നെ. നൗ എന്ന് പറഞ്ഞാലും ആസിഫത്ത് എന്ന് പറഞ്ഞാലും റീഹുൻ ഷദീദാണ്. ഓക്കെ. വക്കാലത്ത് ബംഫജ സാലിസ മൂന്നാമത്തെ ഒരു വയലറ്റ് പുഷ്പം പറഞ്ഞു. നഹ്നു ഹഖീറാത്ത് നമ്മൾ നിന്ദ്യരാണ്. അൽ അജ്സാം ശരീരം കൊണ്ട്. ഗൈറ അന്ന അസ്സവാബിഅ ലാ തസ്തതിഉ തഗല്ലുബ അലൈന പക്ഷേ കൊടുങ്കാറ്റുകൾ സവാബിഅ എന്ന് പറഞ്ഞാൽ ഹർക്കത്തുർ റിയാഹ് എന്നാണ്. കാറ്റുകളുടെ ചലനങ്ങളെ ലാ തസ്തതിഉ തഗല്ലുബ അലൈന നമ്മളെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല. നമ്മൾ നിസ്സാരരാണ്, പക്ഷേ കാറ്റിൻ്റെ ഭീതിക്ക് ഞങ്ങളെ തകർത്താൻ കഴിയുകയില്ല. വനളറത് ഇദ്ദാക മലീകത്തുൻ ത്വാഇഫത്തിൽ ബനഫ്സജ ഈ വയലറ്റ് പുഷ്പം കൂട്ടങ്ങളുടെ രാജ്ഞി അന്നേരത്ത് നോക്കി. ഫറഅത്ത് അലാ മഖ്റുബത്തി മിൻഹ അപ്പോൾ അവരോട് ചേർന്ന് നിൽക്കുന്ന അൽ വർദത്ത് ഒരു പനിനീർ അല്ലത്തി കാനത്ത് ബിൽ അംസി ബനഫ്സജ ഇന്നലെ വരെ ബനഫ്സജയായി നിന്നിരുന്ന ഒരു ഇന്ന് പനിനീരായി നിൽക്കുന്ന ഒരു പനിനീർ കിടക്കുന്നത് കണ്ടു. വഖദ് ഇഖ്തലഅത്ഹ അൽ ആസിഫത്തു കൊടുങ്കാറ്റ് അവളെ പറിച്ചിട്ടിരിക്കുന്നു. വബഅ്സറത് ചിതറിയിരിക്കുന്നു. ഔറാഖഹ അവളുടെ ഇതളുകൾ അർറിയാഹ് സുഗന്ധമുള്ള. വഅൽഖത്ഹ അലൽ അഅ്ശാബിൽ മുബല്ലല നനഞ്ഞു കിടക്കുന്ന ചെടികൾക്കിടയിൽ കുറ്റിച്ചെടികൾക്കിടയിൽ അവളെ പറിച്ചിടപ്പെട്ടിരിക്കുന്നു. ഫബാനത് കഖതീലി അർദാഹുൽ അദുവു ബിസഹ്മിൻ ഫബാനത് വ്യക്തമാണ്. കഖതീലിൻ കൊല്ലപ്പെട്ടവരെ പോലെയാണ്. അർദാഉൽ അദുവി ശത്രുക്കളുടെ
അമ്പുകൾ അല്ല, ഇത് എന്ന് പറഞ്ഞാല് അർദ എന്ന് പറഞ്ഞാൽ അർദാഹു എന്ന് പറഞ്ഞാൽ അവനെ വീഴ്ത്തിയിരിക്കുന്നല്ല. അതു ശത്രു ബിസഹ്മി, അമ്പുകൊണ്ട് അമ്പുകൊണ്ട് ശത്രു വീഴ്ത്തിയവനെ പോലെ കൊല്ലപ്പെട്ട് കിടക്കുന്നു. ഫറഫഅത്ത് മലീകത്തുൽ ബനഫ്സജ, അന്നേരം ഈ വയലറ്റ് പുഷ്പങ്ങളുടെ രാജ്ഞി എഴുന്നേറ്റു. ഖാമത്തഹ വമദ്ദത്ത് ഔറാഖഹ, അവളുടെ ഇതളുകളെ വിടർത്തി ഉയർന്നു നിന്നു. വനാദത്ത് റഫീഖാത്തിഹ ഖായിലത്തൻ, തൻ്റെ കൂട്ടാളികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, തഅമ്മൽന, ചിന്തിക്കൂ, വന്ദുർന യാ ബനാത്തി, നിങ്ങൾ നോക്കൂ ഓ എൻ്റെ പെൺമക്കളെ, ഉൻദുർന ഇലൽ ബനഫ്സജ അല്ലത്തി ഗർറത്ഹൽ മതാമിഅ, അത്യാഗ്രഹങ്ങൾ കീഴ്പ്പെടുത്തിയ ബനഫ്സജയിലേക്ക് നോക്കൂ നിങ്ങൾ. ഫതഹവ്വലത്ത് ഇല വർദത്തിൻ, അവളൊരു പനിനീരായി മാറിയിരിക്കുന്നു. ലിതതശാമഖ സഅതൻ, ഒരു നിമിഷം ഉയർന്നു നിൽക്കാൻ വേണ്ടി. സുമ്മ ഹബതത് ഇലൽ ഖളീൽ, പിന്നീട് അവൾ ഖളീലിലേക്ക്, അതായത് താഴ്മതയിലേക്ക്, നിന്ദ്യതയിലേക്ക് അവൾ അധപ്പതിച്ചിരിക്കുന്നു. ലിയകുൻ ഹാദൽ മഷ്ഹദു ഉംസൂലതൻ ലകുന്ന, ലിയകുൻ, നിങ്ങൾക്കായിരിക്കട്ടെ, ഹാദൽ മഷ്ഹദ്, ഈ ഒരു ദൃശ്യം, ഉംസൂലതൻ, ഒരു മാതൃകയാവട്ടെ, ലകുന്ന, നിങ്ങൾക്ക്, ഈ ഒരു ദൃശ്യം നിങ്ങൾക്ക് മാതൃകയാവട്ടെ എന്ന് കവി പറയാൻ. ഓക്കെ, ഒരാളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഖനാഅത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എന്താണ് ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ? ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ കണ്ടൻമെന്റ് എന്ന് പറയും. കണ്ടൻമെന്റ് എന്നുള്ള ക്വാളിറ്റി എല്ലാ മനുഷ്യർക്കും ഉണ്ടാവേണ്ടതാണ്. നമ്മുടെ സാഹചര്യങ്ങളോടും നമ്മുടെ ചുറ്റുപാടുകളോടും നമ്മുടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു കഴിവ് എന്നുള്ളത് നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയും പരാജയപ്പെടുകയില്ല. ഓക്കെ, ഇത് ഖലീൽ ജിബ്രാൻ അഹങ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ആർത്തിയുടെ വില മനസ്സിലാക്കാൻ, അതുകൊണ്ട് വന്നു തീരാനുള്ള സാഹചര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഒരു കഥയാണ്. ഖലീൽ ജിബ്രാൻ ഫൈലസൂഫുൻ വ ഷാഇറുൻ, അദ്ദേഹം ഒരു ഫിലോസഫറാണ്, പോയറ്റാണ്, എഴുത്തുകാരനാണ്, റസ്സാം, ഒരു ചിത്രകാരനാണ്, ലബനാനി, അദ്ദേഹം ആദ്യം ലബനാനിലായിരുന്നു, അമരീക്കിയുൻ, അദ്ദേഹം പിന്നീട് അമേരിക്കയിലേക്ക് പോയി. ഉലിദ ഫി യനായിർ 1883, അൽഫുൻ വസമാനിയമിഅ സലാസ വസമാനൂൻ, 1883 ജനുവരിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഫി ലുബ്നാനിലെ. തൂഫിയ ഫി ന്യൂയോർക്ക് അൽ ആഷിർ ഏപ്രിൽ 1931, 1931 ഏപ്രിൽ 10 അദ്ദേഹം ന്യൂയോർക്കിൽ വെച്ചിട്ട് അദ്ദേഹം മരണപ്പെട്ടു. ബിദ ഇസുല്ല്, അദ്ദേഹത്തിന് തളർവാദം പിടിപെട്ടിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. സുല്ല് എന്ന് പറഞ്ഞാൽ ക്ഷയരോഗം, സുല്ല് എന്ന് പറഞ്ഞാൽ ക്ഷയരോഗമാണ്. ഓക്കെ, ക്ഷയരോഗത്തിനാണ് സുല്ല് എന്ന് പറയാം. സുല്ല്. ഓക്കെ. ഹാജറ വഹുവ സഗീറുൻ മഅ അമ്മിഹി വ ഇഖ്വതിഹി ഇല അമേരിക്ക, അദ്ദേഹത്തിൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ അമേരിക്കയിലേക്ക് പോയി. 1895 അല്ലദീ ദറസ ഫിഹാ അൽ ഫന്നു, അവിടുന്നാണ് അദ്ദേഹം ആർട്ട് പഠിച്ചത്. വബദഅ മിശ്വാറഹുൽ അദബി, അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജൈത്രയാത്ര തുടരുന്നത് അവിടുന്നാണ്. ഇഷ്തഹർ, അദ്ദേഹം പ്രസിദ്ധനായി, ജുബ്രാൻ ഇൻദൽ ആലമിൽ ഗർബി ബി കിതാബിഹി അന്നബി, ദ പ്രൊഫറ്റ് എന്ന് പറയുന്ന, പ്രവാചകൻ എന്ന് പറയുന്ന ഒരു കൃതിയിലൂടെയാണ്, അന്നബി എന്ന് പറയുന്ന ഒരു കൃതിയിലൂടെയാണ് അദ്ദേഹം യൂറോപ്പിൽ പ്രസിദ്ധനാകുന്നത്. അസസ് ജുബ്രാൻ മാ അസ്തിഖാഹി ഈലിയ അബുൽ മാദി വ മീഖായിൽ നഈമ അറാബിത അൽ ഖലമിയ ഫി ന്യൂയോർക്ക് 1920. ന്യൂയോർക്കിൽ അദ്ദേഹം 1920 അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഈലിയ അബുൽ മാദി, മിഖായിൽ നഈമ എന്ന് പറയുന്നവരോടൊപ്പം അദ്ദേഹം റാബിത്തത്തുൽ ഖലമിയ എന്ന് പറയുന്ന ഒരു സാഹിത്യ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തു. അമിൻ മുഅല്ലഫാത്തിഹി, അദ്ദേഹത്തിൻ്റെ രചനകളിൽപ്പെട്ടതാണ് അൽ അദബി ഫിൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷയിൽ, ദംഅ വബ്തിസാമ, അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് കണ്ണീരും പുഞ്ചിരിയും.
അൽ അർവാഹുൽ മുതമർരിദ, മറ്റൊരു ഓക്കെ, അനിയന്ത്രിതമായിട്ടുള്ള ആത്മാക്കൾ എന്നൊക്കെ പറയുന്ന അൽ അജ്നിഹത്തുൽ മുതകസ്സിറ, ഒടിഞ്ഞ ചിറകുകൾ, അൽ അവാസിഫ്, കൊടുങ്കാറ്റ്. അൽ ബദാഇഉ വത്തറാഇഫ് മറ്റൊരു രചനയാണ്. അറാഇസുൽ മുറൂജ് വൽ മവാക്കിബ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത രചനകളാണ്. അമിൻ മുഅല്ലഫാത്തിഹി ഫിൽ ലുഗ അൽ ഇൻജിലീസിയ, ഇംഗ്ലീഷ് ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ രചനയാണ് അന്നബി എന്ന് പറയുന്നത്, അൽ മജ്നൂൻ എന്ന് പറയുന്നത്, റംലും വസബദ് എന്നുള്ളത്, അതുപോലെ യസൂഉ ഇബ്നു ഇൻസാൻ വ ഹദീഖത്തുൻ നബി. ഓക്കെ, ഹദീഖത്തുൻ നബി, പ്രവാചകന്റെ പൂന്തോട്ടം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ രചനകളാണ്. ഓക്കെ, ഇതിൽ പ്രധാനപ്പെട്ട വാക്കുകളുടെ മീനിങ് പഠിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്താണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആൻസേഴ്സ് എന്തായാലും പഠിക്കണം. ക്വസ്റ്റ്യൻ മനസ്സിലായാലേ നമുക്ക് ആൻസർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. മാതാ ഫഅലത്തിൽ ബനഫ്സജ ഫി സ്വബാഹി, പ്രഭാതത്തിൽ ഈ വയലറ്റ് പുഷ്പം എന്താണ് ചെയ്തത്? എന്താണ് ഉണ്ടായത്? അവളുടെ തലയിലൊരു കിരീടം പോലെ വെള്ളത്തുള്ളി വന്ന് നിന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളുടെ ഒക്കെ സാഹചര്യം. ആ ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത്. കൈഫ റഅത്തിൽ ബനഫ്സജ അൽ വർദ, ബനഫ്സജ എങ്ങനെയാണ് പനിനീരിനെ കണ്ടത്? പനിനീരിനെ കണ്ടത് എങ്ങനെയാണ്? പനിനീര് നല്ല ഉയർന്നു നിൽക്കുന്ന, നല്ല അവളുടെ ലക്ഷ്യങ്ങളൊക്കെ സാക്ഷാത്കരിച്ചിട്ടുള്ള ഒരു പുഷ്പമായിട്ട് കണ്ടു. 3. മാദാ സഅലത്തി ത്വബീഅതു ലിൽ ബനഫ്സജ, പ്രകൃതി എന്താണ് ബനഫ്സജയോട് പറഞ്ഞത്? ഇതിൻ്റെയൊക്കെ ആൻസർ വളരെ കൃത്യമായിട്ടുണ്ട്, നമ്മൾ പറഞ്ഞെടുത്ത അതിൻ്റെ ആൻസറുകളുണ്ട്. മാദാ അജാബത്തിൽ ബനഫ്സജ ലി ത്വബീഅ, എന്താണ് ബനഫ്സജ പ്രകൃതിയോട് പറഞ്ഞത്, മറുപടി പറഞ്ഞത്? മാദാ തലബത്തിൽ ബനഫ്സജ മിന ത്വബീഅ, പ്രകൃതിയിൽ നിന്ന് ബനഫ്സജ എന്താണ് ആവശ്യപ്പെട്ടത്? മാ ഹദത അൽ മസാ ദാലിക്കൽ യൗം, ആ ദിവസത്തിൻ്റെ വൈകുന്നേരം എന്തു സംഭവിച്ചു? മാദാ അസാബത്തിൽ ബനഫ്സജ അൽ അഖീറൻ, ഒടുവിൽ ബനഫ്സജയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ പഠിക്കാനുള്ളത്. ഓക്കെ, ചാപ്റ്ററിന് ശേഷമുള്ള എല്ലാ ആക്ടിവിറ്റിയും നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വേർഡ് മീനിങ്സ് പഠിക്കുക. ആരാണ് ഈ അൽ ബനഫ്സജത്തി തുമോഹ എന്ന് പറയുന്ന ചാപ്റ്റർ എഴുതിയിട്ടുള്ളത്? ഖലീൽ ജിബ്രാനാണ്. അദ്ദേഹം ലബ്നാനിയാണ്. അദ്ദേഹം ഉണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ രചനകൾ അന്നബി എന്ന് പറയുന്ന രചനയിലൂടെയാണ് അദ്ദേഹം അറബ് യൂറോപ്പിൽ പ്രസിദ്ധനാവുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് കൃതിയാണ്. റാബിത്തത്തുൽ ഖലമിയ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അദ്ദേഹം യൂറോപ്പിൽ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള മീഖായിൽ നഈമ, ഇലിയാബുൽ മാദി എന്നുള്ളവരോട് കൂടെ അദ്ദേഹം ഉണ്ടാക്കി. ഓക്കെ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഇത് എഴുതിയ ആളെ കുറിച്ച് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.